അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരുപ്പൂർ എത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ 3 മണിക്ക് നമ്മൾ തിരുപ്പൂർ എത്തിയത്. അതുകൊണ്ട് നമുക്ക് റൂമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഒട്ടും ഉറങ്ങാനും പറ്റിയില്ല. ഒന്നാമത്തെ കാരണം ഒടുക്കത്തെ കൊതുവും അതുപോലെ തന്നെ ഒടുക്ക തണുപ്പും. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ക്ഷീണം തീരാൻ വേണ്ടി ഒരു ചായ കുടിക്കാൻ വിചാരിച്ച്. മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒറ്റ മൈൻഡായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണെങ്കിലും നമുക്ക് 2 ദിവസം കഴിഞ്ഞ് വിടാൻ വേറെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ചായയെ കുടിച്ചതിന് ശേഷം നമ്മൾ തിരുപ്പൂർ എന്തിനാണോ വന്നത് അതിനുവേണ്ടി പോകാൻ തുടങ്ങി. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഷോപ്പിലത്തേക്ക് നമുക്ക് ഡ്രസ്സ് കളക്ട് ചെയ്യാൻ വന്നതാണ്. അങ്ങനെ നമ്മൾ ഓരോ ഹോൾസെയിൽ ഷോപ്പിൽ കയറി നോക്കിയെങ്കിലും നല്ല കളക്ഷനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ വിചാരിച്ച് എന്തായാലും തിരുപ്പൂർ വരെ എത്തി. പിന്നെ അവിടെയുള്ള വെച്ച് ഏറ്റവും ബെസ്റ്റ് ഷോപ്പൊക്കെ കയറാൻ വിചാരിച്ചു. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിന്റെ ഓണർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ മറ്റുള്ളവർക്ക് ഡ്രസ്സ് വില കുറച്ച് കൊടുത്താൽ പോലും ആ ഡ്രസ്സിന്റെ ക്വാളിറ്റി കുറയില്ലെന്ന്. അങ്ങനെ കുറേ നേരം നമ്മൾ ഷോപ്പിൽ കയറി നോക്കിയതിന് ശേഷം ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കുറേ കളക്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന 2 ബാഗുകളിലും അതേപോലെ തന്നെ വലിയൊരു ബണ്ടിലുമായിട്ടാണ് നമ്മൾ ഡ്രസ്സ് കളക്ട് ചെയ്തത്. ഇത്രയും വെയിറ്റും കാര്യങ്ങളും നടക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ശേഷം വേറെ സ്പോലോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സെല്ലാം നാട്ടിലോട്ട് കൊറിയർ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരുപ്പൂരിൽ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് കോയമ്പത്തൂരാണ് പോകാനുള്ളത്. നമ്മൾ കോയമ്പത്തൂർ എത്തിയതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.